മൈസൂരു ഹുൻസൂരിലെ ജ്വല്ലറി കവർച്ചയിൽ ഒരാഴ്ചയായിട്ടും പ്രതികളെക്കുറിച്ച് സൂചനകൾ പോലും ലഭിക്കാതെ പോലീസ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിൽ തോക്ക് ചൂണ്ടി 10 കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. മൈസൂരു ജില്ലയിലെ ഹുൻസൂരിൽ ബൈക്കിലെത്തിയ 5 അംഗ സംഘം തോക്കുചൂണ്ടി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയായും പ്രതികളെ കണ്ടെത്തുവാനായില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നാടിനെ ഞെട്ടിച്ച കവർച്ച നടന്നത്. 8 മിനിറ്റ് കൊണ്ട് സംഘം 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങളാണ് കവർച്ച ചെയ്തത്. 10 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തുവെന്നാണ് FIR-ൽ പറയുന്നത്. തടയാൻ ശ്രമിച്ച ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർ രക്ഷപ്പെട്ടത്. കവർച്ചാ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ 2 പ്രതികളുടെ മുഖം വ്യക്തമാണ്. എന്നാൽ ഇവർ ആരാണെന്നതിൽ പോലീസിന് ഇതുവരെയായും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. 3 ദിവസം മുൻപ് ഹുൻസൂരിലെ ഒരു ലോഡ്ജിൽ തങ്ങിയാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ചയ്ക്ക് ശേഷം സംഘം എങ്ങോട്ട് പോയി എന്നതിൽ ഒരു വ്യക്തതയുമില്ല. ഇതിനിടെ ജ്വല്ലറി കവർച്ചാ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മൈസൂരു SP വിഷ്ണുവർദ്ധനനെ സ്ഥലം മാറ്റിയ നടപടി ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സ്വന്തം ജില്ലയിൽ പട്ടാപകൽ നടന്ന കോടികളുടെ കവർച്ചയിൽ പോലീസിന് തുമ്പുണ്ടാക്കുവാൻ സാധിക്കാത്തത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN.